ഹായ്, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻവോയ്സിൻ്റെ സീക്വൻസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഇയർ വെച്ചിട്ടോ ഷോർട്ട് കോഡ് വെച്ചിട്ടോ മന്ത് വെച്ചിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെയിൽസ് ഓർഡർ, അതേപോലെ പർച്ചേസ് ഓർഡർ, അങ്ങനത്തെ ഡോക്യുമെൻറ്റ് നമുക്ക് സീക്വൻസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് സെറ്റിങ്സ് എടുക്കണം. സെറ്റിങ്സിൽ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ദ ഡെവലപ്പർ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോർമലി ജനറൽ സെറ്റിങ്സും യൂസേഴ്സ് ആൻഡ് കമ്പനീസാണ് കാണാൻ പറ്റുക. ആക്ടിവേറ്റ് ദ ഡെവലപ്പർ മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടെ ഓപ്ഷൻസ് എക്സ്ട്രാ വരും. ടെക്നിക്കൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഈ ടെക്നിക്കലിലാണ് നമുക്ക് സീക്വൻസിൻ്റെ ഓപ്ഷൻ ഉള്ളത്. ഇവിടെ കണ്ടോ, സീക്വൻസ് ആൻഡ് ഐഡൻറ്റിഫയേഴ്സിൻ്റെ താഴെയായിട്ട് സീക്വൻസസ് എന്ന് കാണാം. അതല്ലെങ്കിൽ ഈ ഡെവലപ്പർ മോഡ് ഇനേബിൾ ചെയ്തതിന് ശേഷം ഈ സ്ക്രീനിൽ വന്നിട്ട് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം സീക്വൻസസ് എന്ന്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സീക്വൻസിൻ്റെ വിൻഡോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ 27ഓളം സീക്വൻസുകൾ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്കിപ്പോൾ കൊട്ടേഷൻ്റെ സീക്വൻസ് ആണ് മാറ്റേണ്ടതെങ്കിൽ ഇപ്പോൾ ഇനീഷ്യലി നമുക്ക് വരുന്നത് എസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഞാൻ സെയിൽസ് എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്കിവിടെ സെയിൽസ് ഓർഡറിൻ്റെ അല്ലെങ്കിൽ കൊട്ടേഷൻ്റെ സീക്വൻസ് ഇവിടെ കാണാൻ പറ്റും. ഇതിലിപ്പോൾ നിലവിലുള്ളത് ഞാനിതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ്. ഇനീഷ്യലി എസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ എസ് നെക്സ്റ്റ് നമ്പർ 3 ആണെങ്കിൽ ഇങ്ങനെ വരും. എസ് 4 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 0003 ഇങ്ങനെയാണ് ഡീഫോൾട്ടായിട്ട് വരിക. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റിയിട്ട് ഇപ്പോൾ QT എന്ന് പറഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ QT ഹൈഫൺ ഇയറാണ് ഇനി കാണിക്കേണ്ടത്. ഇയർ നമുക്കിവിടെ താഴെ കാണാം. ഇവിടെ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് അവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. വിത്ത് സെഞ്ചുറിയാണ്, അതായത് 2026 2025 എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് കോപ്പി ചെയ്തിട്ട് അവിടെ കൊടുക്കാം. ദെൻ മന്ത് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് കോപ്പി ചെയ്തിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പ്രിഫിക്സ് സെറ്റായി. അതായത് QT ഇതെങ്ങനെ വരുന്നത് വെച്ചാൽ QT 2025 ഈ മാസമാണ് ഇൻവോയ്സ് കൊട്ടേഷൻ ചെയ്യുന്നതെങ്കിൽ 2025 11 വരും. ദെൻ അടുത്ത നമ്പർ 3 വരുന്നത് 4 ഡിജിറ്റ് ടോട്ടൽ ഉണ്ടാവും. അപ്പം 30 പിന്നെ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് കൊട്ടേഷൻ്റെ നമ്പർ വരിക. ഇനി അതല്ല നമുക്കിപ്പോൾ 2025 വേണ്ട, 25 മാത്രമാണെങ്കിൽ നമുക്കിവിടെ കണ്ടോ കറണ്ട് ഇയർ വിത്തൗട്ട് സെഞ്ചുറി എന്നുള്ളത് ഇവിടെ കോപ്പി ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഐഫണിന് പകരം സ്ലാഷും പിന്നെ അല്ലെങ്കിൽ ഡോട്ടൊക്കെ കൊടുക്കാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ സ്പേസ് ഇല്ലാതെയും കൊടുക്കാം. ഇങ്ങനെ വരും. ഇനി അതല്ല നമുക്ക് എന്ത് ചെയ്യണം, കൊട്ടേഷൻ QT എന്ന് വരണം, ദെൻ 2025 വരണം, ദെൻ നമ്പർ വരണം, ഇങ്ങനെ വരണം. അതായത് 003 ലാസ്റ്റ് മാത്രം നമുക്കിപ്പം എന്താ പറയുക മന്ത് കാണിക്കണം, അല്ല ഇയർ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പം എക്സാമ്പിൾ ഇപ്പോൾ QT ദെൻ 003 വന്നിട്ടുണ്ട്, ദെൻ ഇയർ ആണ് വരുന്നതെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് രീതി ചെയ്യണം വെച്ചാൽ ഇപ്പോൾ സഫിക്സും പ്രിഫിക്സും ഉണ്ടല്ലോ. നമ്മൾ പ്രിഫിക്സ് ആണ് മുമ്പ് കൊടുത്തത്. ഈ സഫിക്സിൻ്റെ കേസിലേക്ക് അത് വരും. ഇപ്പോൾ ഞാൻ QT എന്നുള്ളത് ഇവിടെ ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഇവിടെ കൊടുത്തു. ദെൻ ഈ നെക്സ്റ്റ് നമ്പർ എന്നുള്ളത് സീക്വൻസ് ആണ്, അപ്പോൾ അത് ബ്ലാങ്ക് ആയിട്ട് കൊടുത്തു. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, സഫിക്സിൻ്റെ അവിടെ ഹൈഫൺ കൊടുത്തിട്ട് 25 എന്നുള്ളതിൽ നമ്മൾ ഇയറിൻ്റെ വിത്തൗട്ട് സെഞ്ചുറിൻ്റെ ഓപ്ഷൻ ഇവിടെ കൊടുക്കാം. ഇങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും, QT 003 30 + 3 വരും, ദെൻ ഇയർ വരും. നമുക്കിപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാനിത് സേവ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് മൾട്ടിപ്പിൾ കമ്പനി മൾട്ടിപ്പിൾ ബ്രാഞ്ചൊക്കെ ആണെങ്കിൽ ഈ കമ്പനിക്ക് മാത്രമായിട്ടാണ് ഈ സീക്വൻസ് വരേണ്ടതെങ്കിൽ ഇവിടെ കമ്പനി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കമ്പനിയിലും ഈ സീക്വൻസാണ് വരിക. ഓക്കെ, ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സെയിൽസിൽ വന്നു, ന്യൂ കൊടുത്തു, കസ്റ്റമറെ സെലക്ട് ചെയ്തു, ദെൻ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു, സേവ് ചെയ്തു. അപ്പോൾ ഇതിൽ കണ്ടോ QT വന്നു ഹൈഫൺ, ഇതാണ് സീക്വൻസ്. ദെൻ 25 ഫിക്സഡ് ആയിട്ട് സഫിക്സ് ആയിട്ട് വന്നു. ഇനി ഞാൻ ഒന്നും കൂടെ എന്ത് ചെയ്യാണ്, പുതിയതാണ് ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ കൊടുത്തു, കസ്റ്റമറെ സെലക്ട് ചെയ്തു, സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ മാറി. അതായത് പ്രിഫിക്സും സഫിക്സും ഫിക്സഡ് ആയിട്ട് വന്നിട്ട് സെൻറ്റർ നിന്നാണ് നമ്പർ മാറുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ ഏത് രീതിയിലും ആണെങ്കിലും നമുക്കിതിനെ മാറ്റാം. അതേപോലെ തന്നെ പർച്ചേസ് ഓർഡറിൻ്റെ കേസ് വരികയാണെങ്കിൽ നമ്മൾ സീക്വൻസ് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുന്നു. സീക്വൻസിൻ്റെ സ്ക്രീനിലേക്ക് പോവാണ്. ഇവിടെ പർച്ചേസ് ഓർഡർ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കണ്ടോ BO/ഇയർ 4 ഡിജിറ്റ് 2025/40 പിന്നെ ഒരു നെക്സ്റ്റ് നമ്പർ 1 വരും. ഈ രീതി വരും. ഈ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പം സീക്വൻസ് എപ്പോഴും ഒരെണ്ണം ഇൻക്രീസ് ചെയ്തിട്ടാണ് പോവാം. ഇപ്പോൾ സ്റ്റെപ്പ് 2 കൊടുക്കുകയാണെങ്കിൽ 2 ഇൻക്രീസ് ചെയ്ത് വരും. അതായത് 001 കഴിഞ്ഞാൽ പിന്നെ 003 005 അങ്ങനെയാണ് പോവുക. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് കൊടുക്കുന്നത്. സാധാരണഗതിയിൽ ബൈ ഡീഫോൾട്ട് പോയി 1 ഉണ്ടാവുക, സീക്വൻസ് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ താഴെ നമുക്കിവിടെ ഡേയ്സ്, അതുപോലെ മന്ത്, ഇയർ,
ഇയർ വിത്തൗട്ട് സെഞ്ചുറി, ഡേ ഓഫ് ദ ഇയർ, വീക്ക് ഓഫ് ദ ഇയർ, അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് ആ രീതിയിലൊക്കെ ഇതിനെ സീക്വൻസിനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ POൻ്റെ ഇത് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ബാക്കി ഡോക്യുമെൻറ്റിൻ്റെതും ഇതിൽ അവൈലബിൾ ആണ്. അപ്പം ഈ WH ഇൻ എന്ന് പറയുന്ന GRN ആണ്, WH ഔട്ട് എന്ന് പറയുന്ന ഡെലിവറി നോട്ടാണ്. അങ്ങനെ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും നമുക്കിവിടെ സീക്വൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് അവൈലബിൾ ആയിട്ടുള്ള സീക്വൻസുകൾ. ഇതിലെന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെഷനിൽ ചോദിക്കാം. ഇതുപോലത്തെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക്